തുടരും, എമ്പുരാൻ, ഇത് രണ്ടിനും വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ സിനിമകളിൽ. എനിക്ക് ആ മനുഷ്യനെ അത്രയേ ഇഷ്ടം. ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും നമ്മളിപ്പോഴും ഞാൻ പറയാം ചില റോൾസും ചില സീനൊക്കെ നമ്മൾ ഇന്നും പഴയ സിനിമകളിൽ കാണുമ്പോൾ ഞെട്ടിയിരുന്ന് ഗൂസ് ബംസ് അടിച്ചിരുന്ന് കാണാറുണ്ട് ഇപ്പോഴും. സത്യം. എന്റെ പൊന്നോ, നിന്നോളം ഞാൻ ഒന്നിനെ സ്നേഹിച്ചിട്ടില്ല. ആ ഡയലോഗ് എന്റെ പൊന്നോ. സത്യം പറയാലോ, ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ മനസ്സിൽ ഓൾറെഡി പുള്ളിയുടെ കുറെ ഫിലിംസ് കണ്ടുകൊണ്ട് എനിക്കറിയാം പുള്ളി ഒരു ലെജൻഡ് ആണെന്ന്. പക്ഷെ ഇപ്പോഴത്തെ കുറെ 2K വാണങ്ങൾ പുള്ളി ഇട്ട് കളിയാക്കുന്ന കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവന്മാരുടെയൊക്കെ അടപ്പിക്കാൻ വേണ്ടി ഒരു പടം വന്നാൽ മതി എന്നുള്ളൊരു മാത്രം, എനിക്ക് അത് മാത്രമുള്ള ആഗ്രഹം. എമ്പുരാൻ ഒരു നല്ല കിടിലം പടം ആവണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ ആൾക്കാർ പുള്ളി എടുത്തിട്ട് ഊക്കുന്നതൊന്നും മാറി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾറെഡി എൻ്റെ ജനറേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പുള്ളി നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതെനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഇവരുടെയൊക്കെ അടപ്പിക്കാൻ വേണ്ടി ഒരു പടം വരണം, അത്രേ ഉള്ളൂ. ഞാൻ മമ്മൂക്ക ഫാൻ അല്ലെങ്കിൽ മമ്മൂട്ടി ഹേറ്റർ അങ്ങനൊന്നും അല്ല ഞാൻ പറയണത്. ആരുടെ നല്ല പടമാണ് എല്ലാം കാണും. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഒരളവ് കൂടുതൽ എനിക്ക് പേഴ്സണലി ലാലേട്ടൻ്റെ പടമാണ്.